ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ചയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്ന പോലീസ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏത് സമയം പോലീസ് വലയിലാകും ഈ പ്രതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. യഥാർത്ഥത്തിൽ പോലീസ് വല വിരിച്ചു കഴിഞ്ഞു നമുക്ക് മനസ്സിലാകുന്നു, പക്ഷേ പ്രതി വഴുതി മാറുന്നു. പറയൂ. എസ്കെൻ പഠിച്ച കള്ളൻ എന്നാണ് ഈ പ്രതിയെ പോലീസ് തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം കൃത്യമായ ആസൂത്രണം ഈ മോഷണത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. എസ്കെൻ, ഇന്നലെ ചില CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അതായത് ഈ പ്രതി ഈ കുരട്ടി ഭാഗത്തേക്ക് പോകുന്നതാണ്, അതായത് ആലുവ ഭാഗത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസിന് ഇന്നലെ ലഭിച്ചത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ MC റോഡ്, പ്രത്യേകിച്ച് ആലുവ പെരുമ്പാവൂർ കാലടി പെരുമ്പാവൂർ റോഡിലെ അടക്കം CCTV ദൃശ്യങ്ങൾ ഇന്നലെ പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഈ എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളതായിരുന്നു ഇന്നലെ പോലീസിന് ലഭിച്ച ഒരു സൂചനയായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ തൃശ്ശൂർ ഭാഗത്തെ കൂടി, ഇന്ന് പുലർച്ചെയൊക്കെയായി തൃശ്ശൂർ ഭാഗത്തെ കൂടി CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അതിൽ നിന്നാണ് കൃത്യമായി പ്രതി തൃശ്ശൂരിലേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത് എന്നുള്ള പോലീസ് കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം പ്രതി കൊരട്ടി ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ദേശീയപാതയിലൂടെയാണോ മറ്റ് ഇടറോഡുകളിലൂടെയോ പ്രതി തൃശ്ശൂർ ജില്ലയിലേക്ക്, തൃശ്ശൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മലപ്പുറം, പാലക്കാട്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിലേക്ക് കടക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറവും പാലക്കാടും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഒരു പക്ഷേ സംസ്ഥാനം വിടുന്നതിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനമായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് അതിർത്തിയിൽ, അതായത് തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെടെ പോലീസിന്റെ വിന്യാസം ശക്തമാക്കിയിരിക്കുന്നു. ആ മേഖലകളിൽ ഇന്നലെ കടന്നുപോയ വാഹനത്തിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രതി ഈ മോഷണം നടത്തിയതിനു ശേഷം എങ്ങനെ രക്ഷപ്പെടണം എന്നതിലടക്കം കൃത്യമായ ആസൂത്രണം നടത്തിയെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായാണ് ഈ മോഷണം നടത്തിയ ശേഷം കൊരട്ടിക്ക് പോകുന്നതും അവിടെ നിന്ന് പിന്നീട് ഈ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പ്രതിയുടെ സഞ്ചാരം സംബന്ധിച്ച് എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എസ്കേൻ സജിയാണ് വിവരങ്ങൾ നൽകിയത്.